ആത്മീയ ഭോജ്യത്തിൽ പെന്തക്കോസ്താ തിരുനാളിനുള്ള ഒരുക്കം നാം തുടരുന്നു. അതുമായി ബന്ധപ്പെട്ട വിചിന്തനം നാം നടത്തുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത്, ആത്മാവിൽ പൂരിതരാകാത്ത ക്രിസ്ത്യാനികൾ അപകടകാരികളാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ പൂരിതരായി ജീവിക്കാനുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉപകാരികളെക്കാൾ അപകടകാരികളായിട്ട് മാറും. സാർ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, മുറിവൈദ്യൻ അവർ കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കും. മുറിവൈദ്യൻ ശരിക്കും പഠിക്കാത്തവർ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാതെ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഏതാണ്ട് അതുപോലെയാണ് ആത്മാവിൽ പൂരിതരാകാത്ത ക്രിസ്ത്യാനികൾ. നമുക്ക് ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളെടുക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനം, യോഹന്നാൻ 5:35. സ്നാപക യോഹന്നാനെ കുറിച്ച് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ കാണാൻ പറ്റും. സ്നാപക യോഹന്നാനെ കുറിച്ച് യേശു പറഞ്ഞ എന്താണ്? കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. ശരിക്കും അതാണ് ക്രിസ്തീയ ജീവിതം. കത്തിജ്വലിക്കുന്ന ഒരു പന്തമായിട്ട്, വിളക്കായിട്ട് മാറണം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായം എടുക്കുമ്പോൾ ഒരു കത്തിജ്വലിക്കുന്ന പന്തമായിട്ട് ഏലിയ പ്രവാചകനെ അവൻ്റെ വാക്കുകളെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു 2 വചനങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് റോമാലേഖനം 12-ാം അധ്യായം 11-ാമത്തെ വചനം, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നില്ലെങ്കിൽ എത്രയും വേഗം ആ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വരാൻ നമ്മൾ ആഗ്രഹിച്ച് അതിനായിട്ട് പ്രാർത്ഥിക്കണം. ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അത് ചെയ്യണം. കാരണം ഇതൊരാവശ്യമാണ്, അത്യാവശ്യമാണ്. ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുക. 2 തീമോത്തി 1-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോഴോ, എൻ്റെ കൈവപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. പണ്ടെങ്ങാണ്ട് ഒരു അഭിഷേകം കിട്ടി, പണ്ടെങ്ങാണ്ട് ഒരു കൈവപ്പ് പ്രാർത്ഥന കിട്ടി, അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ശുശ്രൂഷ ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല, സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. മത്തായി 10:22 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവസാനം വരെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. നമ്മുടെ അവസാന ശ്വാസം വരെ നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് പറ്റണം. ഞാനൊരിക്കലൊരു ദേവാലയത്തിൽ കണ്ടതാണ്, ഒരു പാസ്കൽ ക്യാൻഡിൽ. ഈ ഉത്ഥാനം കഴിഞ്ഞ് ആ പാസ്കൽ തിരി പള്ളിയിൽ നമ്മൾ കത്തിക്കാറുണ്ട്. ഞാൻ നോക്കുമ്പോൾ ആ തിരിയുടെ ഞെട്ടിലിരുന്ന് എന്തോ അനങ്ങുന്നു. നോക്കുമ്പോഴാണ് ഒരു ഈച്ചയോ പ്രാണി ഏതാണ്ട്. ഇനി എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്ത, ആ തിരി കത്തിയിരിക്കുമ്പോഴാണ് ഈ പ്രാണിയോ ഈച്ചയോ അവിടെ വന്നെങ്കിലോ കത്തിച്ചാരമായി മാറിയേനെ. പക്ഷേ കെട്ടിരുന്നത് കൊണ്ട് എന്ത് സുഖമായിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റി. ഏതാണ്ട് ഇതുപോലെ ദൈവമക്കളുടെ ജീവിതത്തിൽ സാത്താൻ ഇന്ന് ഭരണം നടത്തുന്നുണ്ടെങ്കിൽ, അവൻ സുഖമായിട്ട് അവൻ്റെ പ്ലാനും പദ്ധതിയും നിറവേറ്റുന്നുണ്ടെങ്കിൽ, ഈ ജ്വലനം നമുക്കില്ലാത്തതല്ലേ കാരണം? അവൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി ഇന്ന് സ്നേഹമില്ലാതെ, വിശുദ്ധിയില്ലാതെ, ശുശ്രൂഷയില്ലാതെ താൻ തോന്നികളായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ജ്വലനം നമുക്ക് നഷ്ടപ്പെട്ടതല്ലേ അതിന് കാരണം? ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൽപ്പന നിറവേറണം. എങ്കിലേ നമ്മുടെ ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ജീവിതമായി മാറത്തുള്ളൂ. ഉദ്ധാനം ചെയ്ത കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശം, ശിഷ്യന്മാർക്ക് കൊടുത്തൊരു നിർദ്ദേശം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-ഉം 8-ഉം വചനങ്ങൾ കാണാൻ പറ്റും. ആ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളാരും ജെറൂസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി. ഏതായിരുന്നു ആ വാഗ്ദാനം? പരിശുദ്ധാത്മാവിനാൽ പൂരിതരാവുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. 8-ാമത്തെ വചനം പറയാണ്, അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് സാക്ഷികളായി മാറും. ജെറൂസലേം, യൂദയ, സമറിയ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ പോകും. ഈ ജ്വലനമില്ലാത്ത, ഈ തീഷ്ണതയില്ലാത്ത വ്യക്തികൾ അവരുടെ വീട്ടിൽ പോലും സാക്ഷ്യം വഹിച്ചെന്ന് വരത്തില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. എഫേസസ് 5:17-ഉം 18-ഉം വായിച്ച അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ ഭോഷന്മാരാകരുത്, നിങ്ങൾ ആത്മാവിൽ പൂരിതരാകണം. ലോകത്തിൻ്റെ ഉന്മത്തത, അതിനുവേണ്ടി ജീവിക്കുന്നവർ ഭോഷന്മാരുടെ ഗണത്തിൽപ്പെടുമെന്നാണ് ഈ വചനഭാഗം പറയുക. അതിനു പകരം ആത്മാവിനാൽ പൂരിതരാവുക. അപ്പോൾ പിന്നെ ലോകം തരുന്ന ആ ഒരു ഉന്മത്തതയുടെ പുറകെ നമ്മൾ പരക്കം പായത്തില്ല. ജോയൽ 2-ാം അധ്യായം 28-ൽ പറഞ്ഞിട്ടുണ്ട്, അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇതെല്ലാവർക്കും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, യേശുവിലേക്ക് നോക്കിയാലും ക്രിസ്തു ശിഷ്യരിലേക്ക് നോക്കിയാലും അല്ലെ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് അവരാത്മാവിനാൽ പൂരിതരായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, ലൂക്കാ 4:1 മുതൽ വായിച്ചാൽ, ജീസസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൽ പൂരിതനായ ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. ഇതുപോലെ തന്നെ പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 4:8, പത്രോസ് ആത്മാവിനാൽ പൂരിതൻ.
13-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം, പൗലോസ് ആത്മാവിനാൽ പൂരിതൻ. 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം വായിച്ചാലോ, അവിടെ നമ്മൾ കാണുന്നുണ്ട് ബർണ്ണബാസ് ആത്മാവിനാൽ പൂരിതൻ. ഇതുപോലെ ഒരുപാട് ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാവരും ആത്മാവിനാൽ പൂരിതരായിരുന്നു, ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് ശരിക്കുള്ള ക്രിസ്തീയ ജീവിതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യം ഇതാണെന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അഭിഷേകത്തിൻ്റെ കുറവ് നമ്മെ പാപത്തിലേക്ക് തള്ളിവിടും. അഭിഷേകത്തിൽ ജ്വലിച്ചു നിൽക്കുന്നവർക്ക് പ്രലോഭനം വരും, പക്ഷെ അതിനെ അതിജീവിക്കും. ഈ അഭിഷേകം കുറവുള്ളവർ പാപത്തിനുള്ള പാപസുഖത്തിനുള്ള ആ വഴി തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകാം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 13:27 വായിച്ചാൽ, കാര്യം അപ്പസ്തോലന്മാരിൽ ഒരുവനായിരുന്നു യൂദാസ്. പക്ഷേ അവൻ അഭിഷേകത്തിൽ ജ്വലിച്ച് നിന്നില്ല. പാപചിന്തകൾ അവനെ ഭരിച്ചു. അവനെന്താ സംഭവിച്ചേ? എല്ലാവരും അപ്പക്കഷ്ണം സ്വീകരിച്ചപ്പോൾ ആത്മീയ കരുത്ത് അവർക്ക് ലഭിച്ചു. യൂദാസ് അപ്പക്കഷ്ണം സ്വീകരിച്ചപ്പോൾ സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഇതുപോലെ നമ്മൾ കാണുന്നുണ്ട്. 1 സാമുവേൽ 16:14 വായിച്ചാൽ, സാവൂളിന് അഭിഷേകം നഷ്ടമായി, പകരം ഒരു ദുരാത്മാവ് അവനിൽ കയറി അവനെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോഴോ, സാംസന് അഭിഷേകം നഷ്ടപ്പെട്ടു. അതവനെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അഭിഷേകം നഷ്ടമായാൽ, അഭിഷേകമില്ലാതിരുന്നാൽ പാപ ജീവിതത്തിന് അത് വഴി തുറക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ അഭിഷേകം ലഭിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു 4-5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്ന്, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഇനി പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി വരും ദിവസങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യാം. അപ്പസ്തോല പ്രവർത്തനം 1:14, കാത്തിരിപ്പും പ്രാർത്ഥനയും. അതവരെ ആദ്യത്തെ പന്തക്കുസ്തായിലേക്ക് നയിച്ചു. രണ്ടാമത്തെ കാര്യം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. യോഹന്നാൻ 7:37 വായിച്ചാൽ, വിശ്വസിക്കുന്നവർക്കാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ദാഹം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ നമുക്കൊരു ദാഹമുണ്ടാകണം. മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ദാഹമുണ്ട്, അമിതമായ ദാഹമുണ്ട്. പക്ഷെ അതിനേക്കാൾ നമുക്ക് അഭിഷേകത്തിന് ഒരു ദാഹമുണ്ടാകണം. മറ്റൊന്നാണ്, പാപം വെടിയുന്നവർക്കാണ് അഭിഷേകം വരിക. യോഹന്നാൻ 14:17, ലോകത്തിന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. ലോകത്തോട് മമത വെച്ച് പാപജീവിതം നയിക്കുന്നവർക്ക് ഇത് സാധ്യമല്ല. അവസാനത്തേതാണ്, കൈവെപ്പ് നമുക്ക് അഭിഷേകം പകരും. അപ്പസ്തോല പ്രവർത്തനം 13:3 വചനത്തിൽ നമ്മൾ കാണുന്നതാണ്. അവർ കൈവെപ്പ് പ്രാർത്ഥന, ഉപവാസം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ആത്മാവിനാൽ പൂരിതരായത്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഒരു അഭിഷേകം കിട്ടുവാൻ, ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം നമുക്കുണ്ടാകുവാൻ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പന്തക്കുസ്ത തിരുനാളിനോട് അടുത്തു വരുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിനായി ഒരുക്കണമേ. അഭിഷേകത്തിന് തടസ്സമാകാവുന്ന സകല കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും വിശ്വാസത്തോടും ദാഹത്തോടും കൂടെ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വാഗ്ദാനം ഞങ്ങളിൽ നിറവേറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഇറങ്ങി പ്രവർത്തിച്ച് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് സാധിച്ചു തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.